ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോണത് ചക്കക്കുരു കൊണ്ട് സമ്മന്തി ഉണ്ടാക്കാനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ച തേങ്ങയാണിത്. തേങ്ങ എടുത്തിട്ടുണ്ട്, കരിവേപ്പിൻ്റെ ഇല, 5 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മുളക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് പുഴുങ്ങിയ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളടുത്ത് ഇതിൻ്റെ അടുത്ത് മൂക്കാത്ത ചക്കൻ്റെ കുരുവാണ് ഉണ്ടായിരുന്നത്. നമ്മൾ പൊരിക്കാടുക്കുമല്ലോ, ആ ചക്കൻ്റെ കുരുവാണുള്ളത്. നിങ്ങളടുത്ത് പഴുത്ത ചക്കൻ്റെ കുരു ഉണ്ടെങ്കിൽ അതെടുത്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഇനി എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. പിന്നെ അതിലേക്കൊക്കെ എണ്ണ വേണം. അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പുമാണത്. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് ഉണക്കമുളകും കരിവേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി, ചീരുള്ളി ഒക്കെ ഇട്ട് കൊടുക്കണം. ഒന്നുണ്ട് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ഈ പുഴുങ്ങി വെച്ച ചക്കക്കുരു ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്ത മുളകും ഇതൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇങ്ങനെ പുഴുങ്ങി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം നിങ്ങൾക്ക് വേസ്റ്റ് ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിന് രസം ഉണ്ടാക്കട്ടെ പുഴുങ്ങിയ വെള്ളം കൊണ്ട്. ഇത് 2 മിനിറ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ തേങ്ങയും എല്ലാം കൂടി ഇതിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അത് നൈസായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല, ഒന്ന് പൊടിച്ചെടുത്ത് കൊടുക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്യാണ്. ഇത് ചൂടാറി വരുന്നത് വരേക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ സമ്മന്തി ഉണ്ടാക്കാനുള്ളതൊക്കെ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അധികമൊന്നും അരിഞ്ഞു പോവണ്ട. ആദ്യം ഞാൻ ചക്കക്കുരും മുളകും ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കും. അതിന് ശേഷം തേങ്ങ ഇതിലേക്ക് ഇട്ടുകൊണ്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇവിടെ അധികം അരിയണത് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയിൽ ഇത് പൊടിച്ചെടുത്തതാണ്. ഇപ്പോൾ തേങ്ങ ഞാൻ പൊടിച്ചെടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അധികം അരിയണത് ഇഷ്ടമില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ആ സമയത്ത് നിങ്ങൾക്ക് എരിവ് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. ഇതിൽ പുളി ചേർക്കണം എന്നുണ്ടെങ്കിൽ പുളിയും ചേർക്കാം. ഞാനിപ്പോൾ പുളി ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർക്കും വേണ്ട. പണ്ടൊക്കെ അമ്മിമ്മൽ അരക്കുമ്പോൾ ഇങ്ങനെ ഉരുറ്റിയിട്ടാണ് അമ്മിമ്മ നിർത്തുകൊണ്ട്, അതേപോലെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളെ സമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.